ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ ഒറ്റയൊല്ലൊരു ജീവിയും എന്ന പാഠഭാഗമാണ്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാം STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? അതൊരു പൊന്മാനാണല്ലേ, മീൻകൊത്തി പൊന്മാനാണ്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? നമുക്കറിയാം, അവയുടെ പ്രധാന ഭക്ഷണം കുളങ്ങളിലും പുഴകളിലും ഒക്കെയുള്ള ചെറിയ ചെറിയ മീനുകളാണ്. ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? കുളക്കരയിലുള്ള മരത്തിലാണ് ഈ പക്ഷികളെ കാണാറുള്ളത്, അല്ലെങ്കിൽ കുളക്കരയിലാണ് ഈ പക്ഷികളെ കാണാറുള്ളത്. എന്തായിരിക്കാം അതിന് കാരണം? കാരണം എന്താ മക്കളെ? കാരണം ഇതിൻ്റെ ഭക്ഷണം മീനാണ്. അപ്പോൾ മീൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? കുളത്തിലും പുഴയിലും ഒക്കെ നിന്നാണ് മീൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് നിന്നാലേ, അതിൻ്റെ കരയിൽ നിന്നാലേ അതിന് ആവശ്യമുള്ള ഭക്ഷണം അതിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവയെ കുളക്കടവിലും മറ്റുമായിട്ട് നമുക്ക് സാധാരണയായി കാണാനായിട്ട് സാധിക്കുന്നത്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ആടിൻ്റെ പ്രധാന ആഹാരം ഇലയാണ്. പശുവിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ഇതും ഇലയാണ്. കോഴികളുടെ പ്രധാന ആഹാരം ചോറാണ്. സിംഹം, പുലി, കടുവ തുടങ്ങിയ മൃഗങ്ങളുടെ പ്രധാന ആഹാരം മാംസമാണ്, അല്ലെങ്കിൽ ഇറച്ചിയാണ്. മാനിൻ്റെയും മുയലിൻ്റെയും പ്രധാന ആഹാരങ്ങൾ ഇലകളാണ്, അല്ലെങ്കിൽ മുയലിൻ്റേത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മുയലുകളാണെങ്കിൽ ക്യാരറ്റ്, കിഴങ്ങുകൾ പോലെയുള്ളവയാണ് പ്രധാന ആഹാരം. ചില പക്ഷികളുടെ ആഹാരങ്ങൾ എന്താണ്? മീനുകളാണ്, മത്സ്യങ്ങളാണ്. അതുപോലെ മറ്റ് ചില ചെറിയ പക്ഷികളുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് പ്രാണികളാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തിയെഴുതൂ. മാൻ, മുയൽ, ആട്, പശു, ജിറാഫ്, കഴുത, ഒട്ടകം, കങ്കാരു തുടങ്ങിയ ജീവികളെല്ലാം സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ്. വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. നോക്കിക്കേ, ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട്? ഒരു പാടം, ഒരു വയൽ നമുക്ക് കാണാം. അവിടെ തുമ്പിയുണ്ട്, കൊക്കുണ്ട്, കാക്കയുണ്ട്, തവള, പുൽച്ചാടി, ആമ, ഒച്ച്, അതുപോലെ മീനുകളുണ്ട് ഒരു കുളത്തിൽ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാനാവുന്നുണ്ട്. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്നവ മീനുകൾ, പുൽച്ചാടി. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? കൊക്ക്, തവള, ആമ, ഞണ്ട് തുടങ്ങിയവയെല്ലാം ചെറുമീനുകളെ ആഹാരമാക്കുന്നവയാണ്. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? നമ്മൾ പറഞ്ഞല്ലോ, ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു, കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റ് ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ. നോക്കിക്കേ, ആദ്യം സസ്യങ്ങളെ ആഹാരമാക്കുന്നത് എന്തെല്ലാമാണ്? ചെറുമീനുകൾ, പുഴു, പുൽച്ചാടി തുടങ്ങിയവയാണ്. ഇനി അതിലെ ചെറുമീനുകളെ ആഹാരമാക്കുന്നത് എന്താണ്? വലിയ മീനുകളും തവളകളുമാണ്. ഇനി ഈ വലിയ മീനുകളെയും തവളകളെയും ആരാഹാരമാക്കുന്നു? കൊക്ക് ആഹാരമാക്കുന്നു. ഇനി സസ്യത്തെ ആഹാരമാക്കുന്ന പുഴുവിനെ ആര് കഴിക്കുന്നു? അവിടെ ഒരു കാക്കയെ കാണുന്നില്ലേ? കാക്ക ഭക്ഷണമാക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് ഇങ്ങനെ ആഹാര ശൃംഖല നീണ്ടുപോവുകയാണ് അല്ലേ. ഒരു ചങ്ങല പോലെ, അല്ലെങ്കിൽ ഒരു കണ്ണി പോലെ നീണ്ടുപോവുകയാണ്. കണ്ണി ചേർന്ന് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ്. ഇവയെ ആഹാരമാക്കുന്ന മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. നോക്കിക്കേ, ആദ്യം സസ്യത്തെ ആഹാരമാക്കുന്ന ജീവികളാണ് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയവ. ഇനി മാനിനെ ആഹാരമാക്കുന്ന ഒരു ജീവി ഏതാണ്? മാനിനെ സിംഹം ആഹാരമാക്കാറുണ്ട് അല്ലേ. മുയലിനെയോ? മുയലിനെ സിംഹം, കടുവ തുടങ്ങിയവയെല്ലാം ആഹാരമാക്കാറുണ്ട്. പുൽച്ചാടിയെ എന്തൊക്കെ കഴിക്കാം? കാക്ക കഴിക്കാറുണ്ട്, അതുപോലെ തവള കഴിക്കാറുണ്ട് തുടങ്ങിയവയെല്ലാം പുൽച്ചാടിയെ ഭക്ഷണമാക്കാറുണ്ട്.
പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ ചിത്രീകരിക്കൂ. ചില ആഹാരബന്ധങ്ങൾ കൂടെ നമുക്ക് നോക്കാം. പുഴുവിനെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ സിംഹം കഴിക്കുന്നു. പുല്ലിനെ പശു കഴിക്കുന്നു, പശുവിനെ മനുഷ്യൻ കഴിക്കുന്നു. പുല്ല് മുയൽ കഴിക്കുന്നു, മുയലിനെ സിംഹം കഴിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റു ആഹാരബന്ധങ്ങൾ കൂടി എഴുതി ചേർത്ത് നോക്കൂ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. നോക്കിക്കുക, നമുക്കിവിടെ ഏതാനും ഫുഡ് വെബുകൾ തന്നിട്ടുണ്ട്. ആദ്യം മരം അല്ലെങ്കിൽ ചെടി അല്ലെങ്കിൽ സസ്യത്തെ എന്ത് കഴിക്കുന്നു? മാന് അതുപോലെ പോത്തെല്ലാം കഴിക്കുന്നു. അതിനെ എന്ത് കഴിക്കുന്നു? കടുവ കഴിക്കുന്നു. അതുപോലെ തന്നെ സസ്യത്തെ ഇവിടെ ഒരു പോത്ത് കഴിക്കുന്നു, പോത്തിനെ കഴുകൻ കഴിക്കുന്നു. സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കിളി കഴിക്കുന്നു, കിളിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ കുരങ്ങൻ കഴിക്കുന്നു, കുരങ്ങനെ പുള്ളിപ്പുലി കഴിക്കുന്നു. സസ്യത്തെ എലി കഴിക്കുന്നു, എലിയെ പൂച്ച കഴിക്കുന്നു, പൂച്ചയെ പുലി കഴിക്കുന്നു. സസ്യത്തെ മാൻ കഴിക്കുന്നു, മാനിനെ പുലി കഴിക്കുന്നു, പുലിയെ കഴുകൻ കഴിക്കുന്നു. ഇത്തരത്തിലുള്ള പല ആഹാര ശൃംഖലാജാലങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ശൃംഖലകൾ കടലിലും. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കും. നമുക്കിവിടെ തന്നിട്ടുണ്ട്. സ്രാവ് എന്തൊക്കെ കഴിക്കും? കണവ, മീനുകൾ, കടലാമ തുടങ്ങിയവയെ കഴിക്കും. മത്തിയോ ചെറുമീനുകളെയും പ്ലവകങ്ങളെയും കഴിക്കും. കടലാമ സസ്യഭാഗങ്ങളെയും മീനുകളെയും കഴിക്കും. ചെറുമീനുകൾ പ്ലവകങ്ങൾ കഴിക്കും. ഇനി നമുക്ക് ഏതാനും ആഹാര ശൃംഖലാജാലങ്ങൾ നിർമ്മിച്ചാലോ? ആദ്യം പ്ലവകങ്ങളെ ചെറുമീനുകൾ കഴിക്കുന്നു, ചെറുമീനുകളെ സ്രാവ് കഴിക്കുന്നു. ഇനി പ്ലവകങ്ങളെ ചെറുമീനുകൾ കഴിക്കുന്നു, മീനുകളെ കടലാമ കഴിക്കുന്നു, കടലാമയെ സ്രാവ് കഴിക്കുന്നു. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവ. എത്രയെത്ര ആഹാരബന്ധങ്ങൾ! നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്രപുസ്തകത്തിൽ ചിത്രീകരിക്കൂ. മരത്തിൽ പുഴുക്കൾ തുടങ്ങി ഒട്ടനവധി ജീവികൾ ജീവിക്കാറുണ്ട് അല്ലേ? പുഴുക്കൾ, പക്ഷികൾ, അണ്ണാൻ, പാമ്പ്, എലി തുടങ്ങിയ ഒട്ടനവധി ജീവികൾ നമുക്ക് മരത്തിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഏതാനും ആഹാര ശൃംഖലാജാലങ്ങൾ നമുക്ക് നോക്കിയാലോ? പുഴുവിനെ പക്ഷി കഴിക്കുന്നു, പക്ഷിയെ പാമ്പ് കഴിക്കുന്നു. പിന്നെ പഴങ്ങൾ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പാമ്പ് കഴിക്കുന്നു. ഇനി മരത്തിലുള്ള പഴങ്ങളെ വവ്വാലുകൾ കഴിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആഹാര ശൃംഖലാജാലങ്ങൾ മരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കണേ. നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, ഓക്സിജൻ അഥവാ വായു, മണ്ണ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം ആവശ്യമാണ്. കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യമുണ്ട്. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. എങ്ങനെയാണ്? കുളത്തിലെ 2 തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. എന്തെല്ലാമാണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയുമുണ്ട്. ജീവനുള്ള വസ്തുക്കൾക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം ആവശ്യം കേട്ടോ. ജീവനില്ലാത്തവയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം. ജീവനുള്ളവ മത്സ്യം, തവള, സസ്യങ്ങൾ, ആമ, ഞണ്ട്, നീർക്കോലി. ഇനി ജീവനില്ലാത്തവയോ? മണ്ണ്, കല്ല്, മരക്കഷ്ണങ്ങൾ, വായു തുടങ്ങിയവയെല്ലാം ജീവനില്ലാത്തവയാണ്. ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതുപോലെ മറ്റ് ജീവികളെല്ലാം താമസിക്കുന്ന, ജീവിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന സ്ഥലത്തെയാണ് ആവാസം എന്ന് പറയുക. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? വയൽ, കാട്, പുഴ, കടൽ, പൂന്തോട്ടം, മരം, മല, കുന്ന് തുടങ്ങിയവയെല്ലാം ആവാസ വ്യവസ്ഥകളാണ്. കാവ് മറക്കരുത്. കാവും ഒരു ആവാസ വ്യവസ്ഥയാണ്. നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ.
ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം? പൂമ്പാറ്റ, തുമ്പികൾ, വണ്ടുകൾ, തേനീച്ചകൾ തുടങ്ങി ഒട്ടേറെ ജീവികൾ ഉദ്യാനത്തെ അല്ലെങ്കിൽ പൂന്തോട്ടത്തെ ആവാസമായി കാണുന്നവയാണ്. ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? പൂക്കളിലെ തേൻ, പൂമ്പൊടി തുടങ്ങിയവയെല്ലാം ഉള്ളതുകൊണ്ടാണ് അവ അവിടെ എന്തായി കാണുന്നത്? ആവാസമായിട്ട് തുടരുന്നത്. ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അങ്ങനെയല്ല. ജീവനില്ലാത്തവയെ മാത്രമല്ല ആശ്രയിക്കുന്നത്, ജീവനുള്ളവയെയും ആശ്രയിച്ചാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്, അല്ലേ? അതിനുദാഹരണമാണ് പുഴുക്കളെ ആഹാരമാക്കുന്ന പക്ഷികൾ, അതുപോലെ മറ്റ് ജീവികളെ ആഹാരമാക്കുന്ന സിംഹം, കടുവ, പിന്നെ കോഴികളെയും പോത്തുകളെയൊക്കെ ആഹാരമാക്കുന്ന നമ്മൾ മനുഷ്യർ, സസ്യങ്ങളെ ആഹാരമാക്കുന്ന നമ്മൾ മനുഷ്യർ, മറ്റ് ജീവികളെല്ലാം. കാരണം അവയ്ക്കൊക്കെ ജീവനുണ്ട്. ആ ജീവനുള്ള ഘടകങ്ങളെയല്ലേ നമ്മൾ ആശ്രയിക്കുന്നത്. ജീവനില്ലാത്തവയെ മാത്രമല്ലല്ലോ ആശ്രയിക്കുന്നത്, ജീവനുള്ളവയെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ജീവികൾക്ക് അവരുടെ സാഹചര്യങ്ങൾക്കും അനുകൂലനങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലത്തെയാണ് ആവാസം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. കുളം, വയൽ, മരം, കാവ്, പൂന്തോട്ടം, കുന്ന്, മല, മരുഭൂമി. കുളം, പുഴ, കടൽ ഇതെല്ലാം എന്താണ്? വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ്. ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ ജീവി കാക്കയാണ്. കാക്ക കഴിക്കുന്ന ആഹാരങ്ങൾ എന്തെല്ലാമാണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ഇനി അടുത്തത് ആട്. ആട് കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കൂ. കോഴി കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണ്? ധാന്യങ്ങൾ, ഇലകൾ, മാംസം, മത്സ്യം, ചെറുപ്രാണികൾ തുടങ്ങിയവയാണ്. അടുത്തത് പശുവിൻ്റെ ആഹാരം എന്തെല്ലാമാണ്? പുല്ല്, ഇലകൾ, കഞ്ഞിവെള്ളം, കാലിത്തീറ്റ തുടങ്ങിയവയാണ്. കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. നമുക്കിവിടെ താഴെ ഒരു ആഹാര ശൃംഖലാജാലം തന്നിട്ടുണ്ട്, അല്ലേ? നോക്കിക്ക്, എന്താണത്? സസ്യങ്ങളെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ കോഴി ഭക്ഷിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കടുവ കഴിക്കുന്നു. അതുപോലെ സസ്യങ്ങളെ മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. പിന്നെയോ സസ്യങ്ങളെ കാട്ടുപോത്ത് കഴിക്കുന്നു, കാട്ടുപോത്തിനെയും കടുവ കഴിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകളില്ലാതായാൽ എന്തു സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? മാനുകൾ വർദ്ധിക്കും, അതുപോലെ കുറുക്കൻ വർദ്ധിക്കും, കാട്ടുപോത്ത് വർദ്ധിക്കും. മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? മാനുകളുടെ എണ്ണം കൂടിയാൽ അവയ്ക്കെല്ലാവയ്ക്കും കൂടെ ഭക്ഷിക്കാൻ ആവശ്യമുള്ള അത്ര സസ്യങ്ങൾ ഇവിടെ ഇല്ലാതെ വരും, അല്ലേ? അതുപോലെ തന്നെയാണ് കുറുക്കൻ്റെ എണ്ണം കൂടിയാൽ കോഴികളെ തികയാതെ വരും, കോഴികളുടെ എണ്ണം കൂടിയാൽ പുൽച്ചാടികൾ തികയാതെ വരും, പുൽച്ചാടികളുടെ എണ്ണം കൂടിയാലും സസ്യങ്ങൾ വേണ്ട അത്ര തികയാതെ വരും. അപ്പോൾ ഒരു ആഹാര ശൃംഖലാജാലം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കണക്കിൽ ഓരോ ജീവികൾ വേണം. വംശനാശം ഒരു ജീവിക്ക് സംഭവിച്ചാൽ അത് മറ്റൊരു ജീവിയെ എന്ത് ചെയ്യും? വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്തു സംഭവിക്കും? നമ്മുടെ കുളത്തിലെ ചെറുമീനുകൾ നശിക്കുകയും അതുവഴി അവയെ ആഹാരമാക്കുന്ന മറ്റു പക്ഷികളും തവളകളും ആമകളും ഞണ്ടുകളും എല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു.
നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. അവ മറ്റ് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. ഇത്തരത്തിലുള്ള മറ്റ് അധിനിവേശ ജീവികൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കൻ ഒച്ച്, അതുപോലെ ആഫ്രിക്കൻ പായൽ എന്നിവ. ആഹാരബന്ധം. ആഹാര ശൃംഖലാജാലം നോക്കൂ. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലത്തെ ചിത്രത്തിലുണ്ട്. ഇതിൻ്റെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ നൽകിയിരിക്കുന്നത്. നോക്കിക്കേ, സസ്യങ്ങൾ സസ്യത്തെ പുഴു കഴിക്കുന്നു, പുഴുവിനെ കോഴി കഴിക്കുന്നു, കോഴിയെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതൂ. സസ്യം സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. സസ്യം സസ്യത്തെ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ കുറുക്കൻ കഴിക്കുന്നു, കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. സസ്യം സസ്യത്തെ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പൂച്ച കഴിക്കുന്നു, പൂച്ചയെ കഴുകൻ കഴിക്കുന്നു. സസ്യം സസ്യത്തെ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയതെല്ലാം എന്താണ്? ഓരോ ആഹാര ശൃംഖലകളാണ്. എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ. ഒന്നാമത്തെ കണ്ണി എല്ലാത്തിനും എന്താണ്? പുല്ലാണ് അല്ലേ? അവസാനത്തെ കണ്ണിക്ക് പലതിലും മാറ്റം വരാറുണ്ട്. നമ്മളിപ്പോൾ എഴുതിയതിൽ എല്ലാ ആഹാര ശൃംഖലയിലും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് കഴുകനാണ്. ചിലതിൽ കടുവ വരാം, സിംഹം വരാം, അതുപോലെ തന്നെ മനുഷ്യർ വരാം. അപ്പോൾ ഇത്തരത്തിൽ അവസാനത്തെ കണ്ണി ഓരോ ആഹാര ശൃംഖലയ്ക്കും അനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? നമ്മൾ പറഞ്ഞു പുല്ല് അല്ലെങ്കിൽ സസ്യത്തിൽ നിന്നാണ്. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? തീർച്ചയായും സസ്യങ്ങൾക്ക് നിലനിൽക്കണമെങ്കിലും വളരണമെങ്കിലും എന്താവശ്യമാണ്? ആഹാരം ആവശ്യമാണ്. അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. നമുക്ക് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എങ്ങനെയാണ് അവർ ആഹാരം നിർമ്മിക്കുന്നത് എന്നാണ് ഇനി നോക്കാനുള്ളത്. ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം തുടങ്ങിയവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിനുപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ പറഞ്ഞത്? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് അവ ആഹാരം നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന രീതിയെ പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണം എന്നാണ്. ഇലകളിലെ വർണ്ണകമായ ഹരിതകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ആഹാര നിർമ്മാണത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏതു ഭാഗം വഴിയാണ്? ചിത്രം നിരീക്ഷിക്കൂ. നമുക്കവിടെ ഏതാനും സസ്യങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അവയെല്ലാം സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഒന്നിനു മുകളിൽ ഒന്നായി സൂര്യപ്രകാശം എല്ലാ ഇലകളിലേക്കും തട്ടുന്ന രീതിയിലാണ് ഇലകളുടെ ക്രമീകരണം നടന്നിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് ചെമ്പരത്തിയുടെയും തുളസിയുടെയും ഏഴിലമ്പാലയുടെയും എല്ലാം ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഇലകൾ എങ്ങനെയാണ്? സൂര്യപ്രകാശം നേരിട്ട് പരമാവധി തട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. ആദ്യത്തേത് ചെമ്പരത്തി പോലുള്ളവയാണ്. അതിനുദാഹരണം ആദ്യത്തേത് മാവാണ്. അതുപോലെ തന്നെയാണ് തെങ്ങ്, സൂര്യകാന്തി തുടങ്ങിയവയും വരുന്നത്. ഇനി അടുത്തത് തുളസിയെ പോലുള്ള ഇലകൾ വരുന്നത് ഏതൊക്കെയാണ്? തെച്ചി, പേരയ്ക്ക, റോസ് തുടങ്ങിയവയെല്ലാം അങ്ങനെയാണ് വരുന്നത്. ഇനിയോ അവസാനത്തേത് ഏഴിലമ്പാല പോലുള്ള ഇലകളാണ്. അത് ഇവിടെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, അരളി. അതുപോലെയാണ് കോളാമ്പിയുടെ ഇലകളും വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി ചേർക്കാവുന്നതാണ്. വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കൂ. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിലൊരു പ്രവർത്തനമായിട്ട് ചെയ്തു നോക്കേണ്ടതാണ്. ഇലപ്പച്ചയ്ക്ക് പിന്നിൽ
ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പരിസരത്തു നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തൂ. ആദ്യത്തെ സസ്യം ചീരയാണ്. ചീരയുടെ ഇലയുടെ നിറം ചുവപ്പാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഏതാണ്? പച്ചയാണ്. ഇനി അടുത്ത സസ്യം മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ ഇലയുടെ നിറം മഞ്ഞയാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് പച്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ വെള്ളിലയുടെ ഇലയുടെ നിറം വെള്ളയാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ നമുക്ക് പച്ചയായിട്ട് കാണുന്നുണ്ട്. അതായത് എല്ലാ സസ്യങ്ങളും മറ്റു നിറങ്ങളിലുണ്ടെങ്കിലും നമുക്ക് എല്ലാത്തിൻ്റെയും ആ ഉള്ളിൽ എന്തുണ്ട്? പച്ച നിറത്തിൽ ചില വർണ്ണകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇലകളിലെ പച്ച നിറത്തിലുള്ള ഈ വർണ്ണകമാണ് ഹരിതകം എന്നറിയപ്പെടുന്നത്. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? പട്ടിക നോക്കി കണ്ടെത്തൂ. ഒന്നാമത്തേത് നിറം ചുവപ്പാണ്. അതായത് ചുവപ്പ് നിറത്തിനുള്ള ഇലകളും പൂക്കളും ഉണ്ടെങ്കിൽ അതിന് കാരണമായ വർണ്ണകം എന്താണ്? ആന്തോസയാനിനാണ്. ഓറഞ്ച് നിറത്തിലുള്ള ഇലകളാണെങ്കിൽ ആ വർണ്ണകത്തിന് കാരണം കാരോട്ടിനാണ്. മഞ്ഞ നിറത്തിലുള്ളവയാണെങ്കിൽ അതിന് കാരണമായ വർണ്ണകം സാന്തോഫിലാണ്. അപ്പോൾ 4 പച്ചയാണെങ്കിൽ ഹരിതകം, ചുവപ്പാണെങ്കിൽ ആന്തോസയാനിൻ, ഓറഞ്ചാണെങ്കിൽ കാരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ. വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും കൊണ്ടാണ് പ്രകാശ സംശ്ലേഷണം അഥവാ സസ്യങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇവയിൽ ഏതു വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റ് ചില വാതകങ്ങൾ കൂടെ അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് നോക്കിക്കേ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. അതിനുശേഷം ഓക്സിജൻ, പിന്നെ മറ്റുള്ള ആർഗൺ ഉണ്ട്. അതിനുശേഷം പിന്നെ മറ്റുള്ളവ കുറച്ചുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ചാണ്. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? തീർച്ചയായും സസ്യങ്ങൾക്കും ഊർജം ആവശ്യമാണ്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? വേണം. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ശ്വസനത്തിനായി അവർ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഓക്സിജൻ വലിച്ചെടുത്താണ് ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്. ശ്വസനത്തിൻ്റെ ഫലമായി അവരിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, പുറത്തേക്ക് വിടുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് അവരെന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ അവരുടെ ആഹാര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിലൂടെ ഇലകൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ദ്വാരങ്ങൾ ഇലകളിൽ കാണാൻ പറ്റും. ആ ദ്വാരങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഇലകൾ ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരത്തിലൂടെയാണ്. അതായത് സ്റ്റൊമാറ്റയിലൂടെയാണ് സസ്യങ്ങൾ അവയ്ക്ക് ശ്വസനത്തിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എടുക്കുന്നതും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും. ചിത്രീകരണം നിരീക്ഷിക്കൂ. നോക്കിക്കേ, പകൽ സമയത്ത് ശ്വസനവും പ്രകാശ സംശ്ലേഷണവും സസ്യങ്ങളിൽ നടക്കുന്നതിൻ്റെ ചിത്രമാണ് ആദ്യത്തേത്. അതായത് സസ്യങ്ങൾ കുറച്ച് ഓക്സിജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും എടുത്ത് അന്തരീക്ഷത്തിൽ നിന്നും എടുത്ത് ശ്വസനം നടത്തുന്നു. അവർ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായി വളരെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തേക്കും വിടുന്നു.
ഇനി അതായത് രാത്രി എന്ത് നടക്കുന്നു? ശ്വസനം നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും ഓക്സിജൻ കുറച്ച് അകത്തേക്കും എടുക്കുന്നു. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല, അവർ കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നുണ്ട്. ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഞാൻ മാവ്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഇനി മാവിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സസ്യമാണ് മരവാഴ. മരവാഴ പറയുന്നത് എന്താണ്? ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു. പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ആ സ്ഥലമാണെന്ത്? മാവ്. അടുത്തൊരു സസ്യമാണ് ഇത്തിൽക്കണ്ണി. അതും മാവിൽ ഒട്ടിപ്പിടിച്ചാണ് വളരുന്നത്. ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അടുത്തത് മാവിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു സസ്യം ഉണ്ട്, മൂടില്ലാത്താളി. ഞാൻ മൂടില്ലാത്താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അപ്പോൾ 4 തരത്തിലുള്ള സസ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന് മാവായിരുന്നു. മാവ് അതിനുള്ള ആഹാരം സ്വയം നിർമ്മിക്കുന്നു. രണ്ടാമത്തേത് മരവാഴയാണ്. മരവാഴ ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ടെങ്കിലും താമസിക്കാനായി മാത്രം മാവിനെ ആശ്രയിക്കുന്നു. ഇനി ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണിയും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ജലവും ലവണങ്ങളും അത് താമസിക്കുന്ന മരത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു. അവസാനത്തേത് മൂടില്ലാത്താളിയാണ്. മൂടില്ലാത്താളി ആഹാരം നിർമ്മിക്കുന്നില്ല. പകരം അതെവിടെയാണോ വസിക്കുന്നത് ആ ചെടി നിർമ്മിക്കുന്ന ആഹാരമാണ് ഇത് ആഹാരമായി ഉപയോഗിക്കുന്നത്. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? മാവ്, ഇത്തിൽക്കണ്ണി, മരവാഴ എന്നിവയാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മരവാഴയ്ക്ക് ജലം അത് അന്തരീക്ഷത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഇത്തിൽക്കണ്ണ് മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ് മാവ് ജലം വലിച്ചെടുക്കുന്നത്. മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കുമോ? മരവാഴയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നുമാണ് ജലം വലിച്ചെടുക്കുന്നത്. ഇത്തിൽക്കണ്ണി മാവിൽ നിന്നാണ് ജലം വലിച്ചെടുക്കുന്നത്. മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വേരുകൾ ആ മരത്തെ മാവിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്നു. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? അത് അന്തരീക്ഷത്തിലേക്കാണല്ലേ വളർന്നു നിൽക്കുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കൂ. എപ്പിഫൈറ്റുകൾ വളരുന്നതുകൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? ഇല്ല, ആതിഥേയ സസ്യത്തിന് ദോഷമൊന്നുമില്ല. കാരണം അവർക്ക് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമൊന്നുമില്ല. അടുത്തതായി ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം നിരീക്ഷിക്കൂ. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? വേരുകൾ അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന സസ്യങ്ങളുടെ ഉള്ളിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? എങ്കിൽ മാത്രമേ ഇത്തിൽക്കണ്ണിക്ക് ആ ചെടിയിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. എന്താണ് അതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? സസ്യത്തിലേക്കാണ് വളർന്നിരിക്കുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള സസ്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് എപ്പിഫൈറ്റുകൾ, പിന്നെ അർദ്ധപരാദ സസ്യങ്ങൾ, പൂർണ്ണപരാദ സസ്യങ്ങൾ.
എപ്പിഫൈറ്റുകൾ സസ്യത്തെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നു. ഇവ സസ്യങ്ങൾക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല. അന്തരീക്ഷത്തിൽ നിന്ന് ജലം നേരിട്ട് വലിച്ചെടുത്ത് നേരിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം ഓർക്കിഡ്, മരവാഴ. രണ്ടാമത്തേത് അർദ്ധപരാഗങ്ങൾ. അത് വളരുന്ന സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഉദാഹരണം ഇത്തിൽക്കണ്ണി. അടുത്തത് പൂർണ്ണപരാഗങ്ങൾ. ആഹാരം നിർമ്മിക്കുന്നില്ല, അപ്പോൾ വളരുന്ന സസ്യത്തിൽ നിന്നും ആഹാരങ്ങൾ ശേഖരിക്കുന്നു. ഉദാഹരണം മൂടില്ലാത്താളി. അവ ജീവിക്കുന്ന ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയവ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ചുവപ്പ് നിറത്തിലുള്ള ഇലകളുള്ള സസ്യങ്ങളിൽ ചെറിയ അളവിലെങ്കിലും ഹരിതകത്തിൻ്റെ അംശം കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവരിൽ ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ് ഉള്ളത്. ഈ വർണ്ണകത്തിൻ്റെ സഹായത്തോടെ അവർക്ക് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ചോദ്യം 2. നമുക്കവിടെ ഒരു ആഹാര ശൃംഖല ജാലം തന്നിട്ടുണ്ട്. സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവളയെ കഴിക്കുന്നു. സസ്യത്തെ കൊതുക് കഴിക്കുന്നു, കൊതുകിനെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു. പിന്നെ സസ്യത്തെ പാറ്റ കഴിക്കുന്നു, പാറ്റയെ പല്ലി കഴിക്കുന്നു. ഈ ആഹാര ശൃംഖലാ ജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളകളുടെ എണ്ണം കുറഞ്ഞാൽ പുൽച്ചാടിയും കൊതുകുകളും അധികമായി വർദ്ധിക്കും. അതുപോലെ തന്നെ പാമ്പിന് വംശനാശം സംഭവിക്കുകയും ചെയ്യും. ചോദ്യം 3. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കൂ. ഒന്നാമത്തേത് അവിടെ തന്നിട്ടുണ്ട്. അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. 2. അന്തരീക്ഷവായുവിലെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. 3. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു. 4. വീണ്ടും ഈ ഓക്സിജൻ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. വിലയിരുത്താം ചോദ്യങ്ങളും പാഠങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോകളെല്ലാം നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ലല്ലോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വിഷയങ്ങളുടെ പാഠങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.